ഞാനേ നമ്മളെ സുഖദേട്ടന്റെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ ആയിട്ടേ ഇവിടെ തന്നെ ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി. വയ്യങ്ക് കുട്ടി അകത്ത് പോയി കിടന്നോ? മാറിയില്ല, എല്ലാം മാറില്ല. പനിയായിരുന്നു 2 ദിവസമായി. എന്നാ അപ്പൊ ഒന്ന് തല പൊന്തിച്ചേ. അല്ല രാഘവ, അപ്പൊ ഈ രജിസ്ട്രാൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇന്ന് രജിസ്റ്റർ നടക്കും. അതിനാ നമ്മ വത്ത കിട്ടിയത്. പൈസ കെട്ടി. ഈ വയ്യാത്തവർക്ക് വീട്ടിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ വത്ത കെട്ടി. അയാളെ ക്ലാർക്കും പ്യൂണും എല്ലാം വരും ഇവിടെ വന്ന് രജിസ്റ്റർ. ഇവിടെ വന്ന് രജിസ്റ്റർ. വയ്യാത്തവർക്ക് ഇങ്ങനെ ഓരോ സൗകര്യങ്ങൾ ചെയ്യാൻ. അല്ല, അതിനിപ്പോ ഈ ആധാരം എഴുതാൻ നമ്മളാളെ വിളിച്ച് എഴുതിക്കൊക്കെ വേണ്ടേ? അത് വരൂ വരൂ. ഞാൻ കുറച്ചൊന്ന് വൈകിപ്പോയി. വൈകിപ്പോയി. അത് വന്ന് വായിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് രജിസ്റ്റർ ചെയ്യാനേ. സത്യ, ഒരു കസാല കൊണ്ട് എടുത്തിട്ട് കൊടുത്ത കുട്ടിയെ. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? വായിക്കാം കേട്ടോളെ. ആലപ്പുഴയിലെ കാർത്തികോൾ താലൂക്കിൽ കുടുക്കുമുറി വില്ലേജിൽ കുടുക്കുമുറി കിഴക്കേത്തല POയിൽ വലിയ കൊമ്പത്ത് വീട്ടിൽ രവീന്ദ്രൻ മകൻ സുഗതൻ കൃഷി 65 വയസ്സുകാരൻ, മേപ്പടി താലൂക്കിൽ മേപ്പടി വില്ലേജിൽ മണ്ടംകുറ്റി വീട്ടിൽ പൊന്നപ്പൻ മകൻ മോഹന് എഴുതി കൊടുത്ത തീരാധാരം. വായിക്കട്ടോ? വായിച്ചോളൂ. പട്ടികയായി പറയുന്ന വസ്തുവകൾ ആലപ്പുഴ സബ് രജിസ്റ്റർ ഓഫീസിൽ 1977 1455 നമ്പറായി എനിക്ക് എഴുതി കിട്ടിയിട്ടുള്ളതും. ഇതിങ്ങനെ പാട്ട് പാടണ്ട, മറ്റേ പ്രധാനപ്പെട്ട വായിച്ചാൽ മതി. ആ വസ്തുവിന്റെ മറ്റേ നമ്പർ, പേര്, പിന്നെ ആ ചെക്ക് നമ്പർ, കാര്യമായിട്ട് പോകണ്ട. സർവേ നമ്പർ 232/8, തണ്ടപ്പേര് 15887, ബാങ്കിലെ നമ്പർ 98967580 173. ബാങ്കിലത്തെ എത്ര? 98967580 ഒന്നുകൂടി വായിക്കണോ? ശരിയാ, കുഴപ്പമൊന്നുമില്ല. എന്നാലേ ആ രജിസ്ട്രാളെ വിളിക്ക്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം വിളിച്ചവരുടെ പിന്നാലെ പോകും. അവരാ എല്ലാരും ഓഫീസിൽ എത്തിയിട്ട് ഒരു ഫയലെല്ലാം എടുത്ത് നീങ്ങണം ഇങ്ങോട്ട്. സുഖേട്ടാ, അത് മക്കളതാ വരുന്നതെല്ലാം കൂടിയിട്ട്. ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി കാര്യങ്ങളൊക്കെ സംസാരിച്ചോട്ടാ. നീ വായം വിളിച്ചു വന്നിട്ട് കാര്യമില്ല. അച്ഛാ, ഇവിടെ എന്താ പരിപാടി? അല്ല, എന്താ ഇവിടെ നടക്കണ ചോദിക്കാ? ഇതേ അല്ല, ഞങ്ങള് 2 മക്കളുണ്ടല്ലോ അച്ഛനെ. ഉണ്ടോ? അല്ലേ, കുറച്ച് കാശിന് ആവശ്യം വന്നു. കോട്ടുംകാരുള്ള എൻ്റെ 10 സെന്റ് സ്ഥലം ഞാൻ ഈ മോനെ വെക്കണം. അതെന്നെ ഇവിടെ നടക്കണം. അല്ല നടന്നോട്ടെ, ഒരു നാട്ടു നടപ്പ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോടൊന്ന് വിവരം അറിയിക്കാറുന്ന അച്ഛനെ. നിങ്ങളാരാ? ഓ ഞങ്ങൾ ആരാ തന്നെ അറിയില്ല. എന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇന്ന് വരെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ എങ്ങനെ ഇവിടെ കഴിയണമെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, അച്ഛനോടല്ലേ ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് ചോദിച്ചത്, സ്ഥലം കൊടുക്കണണ്ട, ഈ പൈസ എന്ത് ചെയ്യാൻ പോണെന്നൊക്കെ. അത് മാത്രം ചോദിക്കാനായിട്ട് എനിക്ക് ഒരു മക്കള് വേണ്ട. അതിന്റെ പകലാണ് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. ഇഷ്ടമുള്ളത് ചെയ്യും. എന്തെന്നാടാ പറഞ്ഞിട്ട്? എന്നാ ശരി, അച്ഛന് ഇഷ്ടമുള്ള എന്താ വെച്ചാ ചെയ്യും. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കാലോ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്യാ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. പറയാം. കോളേജിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി അറിയാം. സ്വത്തിന്റെയും കാശിന്റെയും കാര്യം വരുമ്പോ അച്ഛൻ ഒരു കാര്യത്തിന് വരില്ല. കള്ളം. അതെ, എന്താ നോക്കിയിരിക്കലേ? വൈശാളെ വിളിക്കേ. വിളിക്കാം. അല്ല, മക്കളായിട്ട് നല്ല സുഖത്തിലല്ലേ? എന്തേ, അത് ആധാരത്തിൽ എഴുതണോ? അല്ല, അല്ല, ആ റൈഷാളെ വിളിക്കണോ? വിളിക്കാം. അസ്സലാമലൈക്കും സാദിഖേ. വിവരം എന്നോട് കബീർ പറഞ്ഞ് ഞാൻ ലാൻഡ് ചെയ്തല്ലേ. എപ്പോഴാ കണ്ടുമുട്ടണേ? പിന്നെ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഒരു 20 ഉറുപ്പ്യ അവിടെ നിക്ഷേപിക്കാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞില്ല.
എപ്പോ വരൂ? ഇന്ന് പോര്. ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമുക്കൊന്ന് കാണുകയും ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാലോ. ആ ഇൻഷാ അല്ലാ. ആ ഫാമിലിയും കൂട്ടിക്കോ. ബാഗ് അവിടെ ഇട്ടേക്ക്, ബാഗ് അവിടെ ഇട്ടേക്ക്. ആ മെല്ലെ മെല്ലെ മെല്ലെ. ഇങ്ങോട്ടിരിക്കും. ഇരുന്നോളൂ. ഇല്ല കുഴപ്പമില്ല. അച്ഛാ അവിടെ ഇരുന്നോ? ഇരുന്നോളൂ. ഇരിക്കടാ. എന്തായിരുന്നു കാര്യം? സാറേ, ഇത് സുഗതൻ പറഞ്ഞ ആളാണ്. ഓ. അപ്പോൾ അവർക്ക് കുറച്ച് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. ആഹാ. അപ്പൊ അങ്ങനെ തളർന്നു പോയി അവര്. ഓ. എന്നിട്ട് ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പോൾ അതിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോ. അതെന്തിനാ ഇവിടെ പറയണേ? എനിക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ട് സുഗതൻ എന്ന് പറഞ്ഞിട്ട്, അറിയാലോ? എനിക്കറിയാം. ഞാന് എത്ര മാസമായി ഇപ്പം സ്ട്രോക്ക് വന്നിട്ട്? അത് കുറച്ചായി. ഇപ്പൊ എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം പറഞ്ഞു. ആ ഡോക്ടർ പറ്റില്ല, വേറെ കുറച്ചും കൂടി നല്ല ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പോണം പറഞ്ഞ് നിൽക്കുകയാണ്. എന്താ ഇവിടെ വന്ന കാര്യം? എന്താ? അതെ, എനിക്കിപ്പോ ഈ അടുത്തിടെ എൻ്റെ ഒരു സ്ഥലം ഞാൻ വിറ്റു. സ്ഥലം വിറ്റു. അപ്പോൾ ഒരു 8 ലക്ഷം ഉറുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഓ, പിന്നെന്താ, സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ അതിന് വന്നതാ. ഇതിനു മുമ്പ് എനിക്ക് ഇവിടെ ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം. അപ്പൊ ഞാന് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഫോം അത് അപ്പുറത്തെ കൗണ്ടറിൽ കിട്ടും. അപ്പൊ അവിടെ ഒരു ചെക്കും എമൗണ്ട് ഒക്കെ എഴുതിയിട്ട് അവിടെ കൊടുത്താൽ മതി കേട്ടോ. അതെന്താ അറിയോ, ഇപ്പൊ ഈ ഇതിന്റെ അവസ്ഥക്ക് ഇങ്ങനെ ആയോണ്ടേ എനിക്ക് ഈ 8 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരു നോമിനി വെക്കണം. ഇവനെ. മോനാണോ? മോനേക്കാ വലുതാ അവനെ. എനിക്ക് മോനല്ല, ഞാൻ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോ ഇവനായിരിക്കണം നോമിനി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലിപ്പോ ബാങ്ക് മാനേജർക്കൊന്നും പറയാനില്ല കേട്ടോ. അയാളാണെങ്കിൽ അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളുടെ ആധാർ കാർഡ് അവിടെ കൊടുക്കണം. ആധാർ കാർഡ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയില്ല, എല്ലാം ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ അത് അവിടെ കൊടുത്താൽ മതി. അതെ അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ പുറത്തു അപ്പുറത്തെ കൗണ്ടറിൽ. ശരി ശരി. പാസ്ബുക്ക് കയ്യിൽ വെച്ചോളൂ, അവിടെ കൊടുത്താൽ മതി. ശരി. പിടിച്ചോളൂ. നടന്നോളൂല്ലോ അല്ലേ? നടക്കും. എന്നാ ശരി സാർ. ശരി. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ. പതുക്കെ തന്നെ. ഇനി ആ കടലാസൊക്കെ അവിടെ കൊടുക്കാനല്ലേ പറഞ്ഞേ? അതൊക്കെ അവിടെ കൊടുത്തോ? അതെ അയ്യാ, അത് മാനേജറുടെ അടുത്ത് ഇരിക്കുമ്പോ എന്താ ഒരു നോമിനി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ? ഇപ്പൊ ഞാനൊരു 8 ലക്ഷം ഉറുപ്പ് ഡിപ്പോസിറ്റ് ചെയ്തില്ലേ, അതിന്റെ നോമിനി നീയാണ്. അതായത് ആ പൈസ എടുത്ത് ചെലവാക്കണമെങ്കിൽ നീ അറിയണം. നീ അറിയാണ്ട് അത് ആർക്കും എടുക്കാൻ പറ്റില്ല. അതല്ലേ? അതെയാ. ഇനിയിപ്പൊ ഞാനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയാലും നിന്റെ മക്കൾ അതിനെ നോക്കില്ല. അപ്പൊ നിനക്ക് ജീവിക്കണ്ടേ? അതിനെ ഞാൻ കരുതിയിടാ. പിന്നെ ആരോടും പറയാൻ നിൽക്കണ്ട. ഈ 8 ലക്ഷത്തിന്റെ നോമിനി ഞാനാന്ന് ആരോടും പറയണ്ട. ആ പേപ്പറൊക്കെ അവിടെ കൊടുക്ക.